നാട്ടറിവുകൾ, നാടൻ പാട്ടുകളും നാടകങ്ങളുമായി നാടിനു നൽകിയ കുട്ടനാടിൻ്റെ പാട്ടുകാരന് സംഗീതാർച്ചനയിൽ കുതിർന്ന അന്ത്യാഞ്ജലി. കുരുന്നു കുട്ടികൾ മുതൽ മലയാള കലാലോകത്തെ അതുല്യ പ്രതിഭകൾ വരെ ശിഷ്യത്വം നേടിയിട്ടുള്ള കാവാലം ശ്രീഹരി വീട്ടുപരിസരത്താണ് നാടകാചാര്യനും കവിയുമായ കാവാലം നാരായണപ്പണിക്കരുടെ അന്ത്യവിശ്രമത്തിനായി ചിത ഒരുങ്ങിയത്. കുട്ടനാട്ടിലെ പ്രകൃതി സൗന്ദര്യവും കാർഷിക ജീവിതവുമൊക്കെ സമ്മേളിക്കുന്ന നാടൻ ശീലുകളും നാട്ടറിവുകളും നാടൻ പാട്ടും നാടകവുമൊക്കെയായി തലമുറകളിലേക്ക് പകർന്നാട്ടം നടത്തിയ കലാചക്രവർത്തിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ തന്നെ ഈരടികൾ പാടിയും പറഞ്ഞുമൊക്കെയാണ് അനുവാചകർ എത്തിക്കൊണ്ടിരുന്നത്. കുടുംബ തറവാടായ ചാലയിൽ വീട്ടിൽ നിന്നും സ്വന്തം വീടായ ശ്രീഹരിയിലേക്കുള്ള വിലാപയാത്ര പോലും കാവാലത്തിൻ്റെ നാടൻ ശീലുകളാൽ മുഖരിതമായിരുന്നു. ശ്രീഹരി വീടിന്റെ പരിസരത്ത് 6 അടി മണ്ണിൽ തീർത്ത ചിതയ്ക്കരികിലും കുരുന്നുകൾ കാവാലത്തിന്റെ ഈരടികൾ കൊണ്ട് സംഗീതാർച്ചന നടത്തി. പ്രിയ കൂട്ടുകാരന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ പ്രശസ്ത ചലച്ചിത്ര താരം നെടുമുടി വേണുവിനും കാവാലത്തിന്റെ നാട്ടുശീലുകൾ ഉള്ളിലൊതുക്കാനായില്ല. കാവാലത്തിന്റെ മാസ്മരിക സൃഷ്ടികളിലും ആഖ്യാന പാടവത്തിലും ആകൃഷ്ടയായ ശിഷ്യ ചലച്ചിത്രതാരം മഞ്ജു വാര്യർ, രാജ്യസഭാംഗമായ ചലച്ചിത്രതാരം സുരേഷ് ഗോപി, സംവിധായകരായ ഫാസിൽ വിനയൻ, നടൻ ഫഹദ് ഫാസിൽ, സംഗീത സംവിധായകൻ MK അർജുനൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കൊടിക്കുന്നിൽ സുരേഷ് MP, തോമസ് ചാണ്ടി MLA തുടങ്ങി നിരവധി പ്രമുഖർ കാവാലത്തെ വസതിയിലെത്തി പ്രിയ കവിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മലയാള കാവ്യ ലോകത്ത് സ്വന്തം ശൈലി ഒന്നുകൊണ്ട് മാത്രം വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ കാവാലത്തുകാരൻ തൻ്റെ സൃഷ്ടികളുടെ മികവ് കൊണ്ട് ഇനി കാലാതിവർത്തിയായി നിലകൊള്ളും.